ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാ പാർട്ടികളുടെയും ഒരു വിശകലനം ഉണ്ടായിരുന്നു. LDF ആണെങ്കിൽ ഈ നവകേരള സദസ്സ് ഒരു വലിയ വിജയമാണ് എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് നടത്തിയ സമരങ്ങൾ ജനശ്രദ്ധയെ ആകർഷിച്ചു എന്നാണ് നവകേരള സദസ്സിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് രാഷ്ട്രീയമായി ഗുണം ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ തുടർന്നു കൊണ്ടുപോകാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. ആലപ്പുഴ മർദ്ദനത്തിൽ കോടതി ഇടപെടലിന് പിന്നാലെ ഗൺമാനെതിരെ കേസെടുത്തതും കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമായി. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരി, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം അത് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലാണ്. മാത്രമല്ല അവസാന ദിവസങ്ങളിലൊക്കെ ചൂടുപിടിച്ച സമരം നടത്തിയത് അത് ജനശ്രദ്ധയെ ആകർഷിച്ചു എന്ന് പറയുന്നു. അതായത് കോൺഗ്രസ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടുകൾ അത് ഗുണം ചെയ്തു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണോ പാർട്ടി എത്തുന്നത്? തീർച്ചയായിട്ടും ഇന്നലെ പ്രധാനമായിട്ടും ഒരു നേതൃയോഗം വൈകിട്ട് നടന്നിരുന്നു. അതായത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ തലസ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഒരു യോഗം ചേർന്നിരുന്നു. യോഗത്തിലുണ്ടായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചതിനെ ചൊല്ലി ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം വന്നിരുന്നു. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സർക്കാർ പരിപാടിയാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമാണ് CPM അല്ലെങ്കിൽ LDF ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പോലും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിച്ചെല്ലുന്ന ഒരു പരിപാടി ബഹിഷ്കരിച്ചാൽ അതിന്റെ ഫലം എന്താകും എന്നുള്ള ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. പക്ഷേ ഇതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ആ തീരുമാനം എന്തായാലും നന്നായി, ബഹിഷ്കരണം വളരെ നന്നായി എന്നുള്ള ഒരു നിഗമനത്തിൽ വിലയിരുത്തലിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ള ഒരു കാരണമായി അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നവകേരള സദസ്സ് ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഇതിൽ പരാതികൾ എത്തി, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾ കാര്യമായി തന്നെ പരാതികൾ നൽകാനായി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മന്ത്രിമാരാരും പരാതികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഉദ്യോഗസ്ഥരാണ് പരാതി സ്വീകരിച്ചത്. പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർ തന്നെ പരാതി മടക്കി അയക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തുടങ്ങി, അതായത് ഈ നവകേരള സദസ്സ് തുടങ്ങിയ സ്ഥലം മുതൽ തിരുവനന്തപുരം വരെ പല ജില്ലകളും പരിശോധിച്ചാൽ പരാതികളിൽ ഭൂരിഭാഗവും കെട്ടിക്കിടക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒപ്പം തന്നെ ഇന്നലെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ ബന്ധപ്പെട്ട KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവിനുമെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിനൊക്കെ നിയമപരമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിലേക്കാണോ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലെല്ലാം തന്നെ സമരത്തിന്റെ സംഘാടകർക്കെതിരെ കേസെടുക്കാറുണ്ട്. ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ, സമരം പരിധി വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ കേസെടുക്കാറുണ്ട്. പക്ഷെ ആ പരിപാടിയുടെ ഉദ്ഘാടകനായും അതുപോലെ പ്രമുഖ വേദിയിലുണ്ടാകുന്ന പ്രമുഖരായ ആൾക്കാർക്കും എല്ലാം എതിരെ ഇത്തരത്തിൽ കേസെടുക്കുക എന്നുള്ളത് അതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള നിലപാട് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി നേരിടും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. കാരണം കേസെടുത്തിരിക്കുന്നത് KPCC പ്രസിഡന്റിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും UDF കൺവീനറെതിരെയും ഒപ്പം തന്നെ MPമാർ ജനപ്രതിനിധികൾക്കെതിരെയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു PR പരിപാടി നടത്തിയത് തികച്ചും ദൗർഭാഗ്യകരമായി പോയി. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടായില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക, അതൊരു ഓഡിറ്റ് രൂപത്തിലായിരിക്കും വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകുന്ന ഒരു വിവരം. അതായത് ഈ പരാതികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് തീരുമാനമായോ, എത്ര പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതിന്റെ കൃത്യമായ ഒരു ഓഡിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ നടക്കുന്ന വിചാരണ സദസ്സ് പോലെ സമാനമായ പരിപാടികൾ നടത്തിയായിരിക്കും കോൺഗ്രസ് ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് ഈ ഓഡിറ്റുമായി ഇറങ്ങിച്ചെല്ലുക എന്നാണ്. ശരി ഹരി, എന്തായാലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അതിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങൾ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.